മക്കളെ 2025 നെസ്റ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പൊ ടൈറ്റിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നെസ്റ്റ് 2025. എന്തിനാണ് ഈ നെസ്റ്റ് എക്സാം എന്ന് ചോദിച്ചാൽ, നെസ്റ്റ് എക്സാം 4 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീറ്റുകൾക്ക് വേണ്ടിയാണ് നെസ്റ്റ് എക്സാം നടത്തുക. അതിൽ ഒന്നാമത്തേത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അഥവാ നൈസർ ഭുവനേശ്വർ. രണ്ടാമത്തേത് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ്, അതായത് UMBAE-CBS. അപ്പൊ പിന്നീട് നമ്മൾ പറയുന്ന CBS എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ്, അതായത് മുംബൈയിലെ ക്യാമ്പസ്. അങ്ങനെ ഈ നൈസറിലേക്കും CBSയിലേക്കുമുള്ള എക്സാം ആണ് നെസ്റ്റ് എക്സാം, റൈറ്റ്? അപ്പൊ എങ്ങോട്ടാന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തേത്, ഇവിടെയൊക്കെ ഏത് കോഴ്സ് ആണുള്ളത്? ഇവിടെയൊക്കെ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc ആണ്. 5 വർഷത്തെ BSM അല്ലെങ്കിൽ BSc MSc ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. രണ്ടും ചേർത്തുള്ള കോഴ്സാണ്. ഏതിനൊക്കെയാണ്? ബയോളജിക്കൽ സയൻസിനുണ്ട്, കെമിക്കൽ സയൻസിനുണ്ട്, മാത്തമാറ്റിക്കൽ സയൻസിനുണ്ട്, ഫിസിക്കൽ സയൻസിനുണ്ട്. ഇതാണ് കോഴ്സസ്. ഇനി ഈ കോഴ്സസിന്റെ അല്ലെങ്കിൽ ഇതിൽ സീറ്റുകൾ എങ്ങനെയാന്ന് ചോദിച്ചാൽ, നൈസറിൽ ആകെ 200 സീറ്റാണ്, CBSൽ 57 സീറ്റാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ബോർഡിൽ കൊള്ളിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് നൈസറിൽ ജനറൽ കാറ്റഗറിക്ക് 101 സീറ്റുണ്ട്, EWSന് അവിടെ സീറ്റില്ല. OBC NCL ആണെങ്കിൽ 54 സീറ്റുണ്ട്, SC കാറ്റഗറിക്ക് 30 സീറ്റുണ്ട്, ST കാറ്റഗറിക്ക് 15 സീറ്റുണ്ട്. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അതത് കാറ്റഗറിയിൽ 5%. അപ്പോൾ ഫിസിക്കൽ കാറ്റഗറി അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടി ജനറൽ ആണെങ്കിൽ ഈ 101ന്റെ 5% അവർക്ക് റിസർവ്ഡ് ആണ്. ഈ OBC NCLലെ 54 സീറ്റിന്റെ 5% OBC NCLലെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് റിസർവ്ഡ് ആണ്. SC കാറ്റഗറിക്കുള്ള 30 സീറ്റിന്റെ 5% SC കാറ്റഗറിയിലുള്ള ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് റിസർവ്, അതായത് ഓരോ കാറ്റഗറിയിലെയും 5% സീറ്റ് അതത് കാറ്റഗറിയിലെ ഡിസബിലിറ്റി കുട്ടികൾക്ക് റിസർവ്ഡ് ആണ്, റൈറ്റ്? ഇനി CBSയിലാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 23 സീറ്റാണ്. എന്നാൽ EWS ആണെങ്കിൽ അവർക്ക് 6 സീറ്റ് റിസർവേഷൻ ഉണ്ട്. അത് നൈസറിൽ ഉണ്ടായിരുന്നില്ല. OBC NCL ആണെങ്കിൽ 15 സീറ്റ് ഉണ്ട്, SC കാറ്റഗറിക്ക് 9 സീറ്റ് ഉണ്ട്, ST കാറ്റഗറിക്ക് 4 സീറ്റ് ഉണ്ട്, ആകെ 57. നൈസറിൽ 200 സീറ്റ്. എല്ലാ കാറ്റഗറിയുടെയും 5% ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക്. അപ്പൊ ഞാൻ ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലും നെക്സ്റ്റ് എക്സാം വഴി നിങ്ങൾ കയറുകയാണെങ്കിൽ എത്ര സീറ്റ് ഉണ്ട്, ഏതൊക്കെ കോഴ്സ് ആണ് എന്ന് ഓർമ്മിപ്പിച്ചു. ഇനി ഇവിടുത്തെ ഒരു ഫീസ് ഷെഡ്യൂൾ നോക്കി. ഇത് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് അല്ല, കോഴ്സ് ഫീ ആണ് കേട്ടോ. ഫീസ് നോക്കിയാൽ ജനറൽ കാറ്റഗറിയും OBC കാറ്റഗറിയും ഒക്കെ അടയ്ക്കേണ്ടത് 17,950 രൂപയാണ്. ഇത് ജോയിനിങ് ടൈമിലെ ഫീ, ആദ്യത്തെ പ്രാവശ്യം. പിന്നെ ഓരോ സെമസ്റ്ററിനും 9,800 വീതം. നേരെ തിരിച്ച് SC ST കാറ്റഗറി ആണെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ 10,450 10,450 അടയ്ക്കണം. പിന്നീട് ഓരോ സെമസ്റ്ററിലും 2,300 വീതമാണ് അടയ്ക്കേണ്ടത്. ഇതാണ് ഒരു കോഴ്സ് ഫീയുടെ ഡീറ്റെയിൽ. അപ്പൊ ഞാൻ നെക്സ്റ്റ് എക്സാം ആർക്കാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ്, ഏതൊക്കെ കോഴ്സ്, എത്ര സീറ്റ്, എത്രയാണ് ഫീ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇത് എഴുതാൻ തീരുമാനിച്ച കുട്ടികൾ എന്തിനാണ് ഇത് എഴുതുന്നത് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിന്റെ ആൻസർ. ഇനി രണ്ടാമത്തേത്, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയും. അതേപോലെ തന്നെ എക്സാം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കാം. പിന്നെ എന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം നോക്കുക. രജിസ്ട്രേഷന്റെ ഡേറ്റ് ഫെബ്രുവരി 17 തുടങ്ങി മെയ് 9 വരെ ഉണ്ടാവും. അപ്പം ഫെബ്രുവരി 17 തുടങ്ങി മെയ് 9 വരെയാണ് രജിസ്ട്രേഷൻ. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത സ്ക്രീനിൽ പറയാം. ഇപ്പൊ തൽക്കാലം എക്സാമിന്റെ ഡീറ്റെയിൽ പറയുന്നു. അപ്പൊ രജിസ്ട്രേഷൻ ഫെബ്രുവരി 17 തുടങ്ങി മെയ് 9 വരെയാണ്. കറക്ഷൻ ഫെസിലിറ്റി മെയ് 10 തുടങ്ങി മെയ് 14 വരെയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി എക്സാം നോക്കുക. എക്സാം ജൂൺ 22-നാണ്. അതിൽ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. ഇപ്പൊ നിലവിൽ ടെൻഡേറ്റീവ് ഡേറ്റ് ജൂൺ 22-ആണ്. ജൂൺ 22-ന് രാവിലെ 9 മണി തുടങ്ങി ഉച്ചയ്ക്ക് 12:30 വരെയാണ് എക്സാം ടൈം. ഇനി എക്സാം CBT ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. CBT ആണ്. സിലബസ് NCERT ആണ്. NCERT സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റൻ ആണ് ചോദിക്കുക. അപ്പൊ എക്സാമിന്റെ സിലബസ് NCERT ആണ്. 4 സെക്ഷൻസ് ഉണ്ടാവും. 4 സെക്ഷൻസ് ഉണ്ട്. അത് 4ഉം MCQ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, ചൂസ് ചെയ്താൽ മതി. ആ 4 സെഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇത് 4ഉം ഉണ്ട്. ഓരോ സെഷനിലും നിങ്ങൾക്ക് 20 ക്വസ്റ്റൻ ഉണ്ടാവും. അതായത് ഫിസിക്സിൽ നിന്ന് 20 ക്വസ്റ്റൻ ഉണ്ടാവും, കെമിസ്ട്രിയിൽ നിന്ന് 20 ക്വസ്റ്റൻ ഉണ്ടാവും, മാത്സിൽ നിന്ന് 20 ഉണ്ടാവും, ബയോളജിയിൽ അങ്ങനെ 80 ക്വസ്റ്റൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൽ ഒരു ശരി ഉത്തരത്തിന് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഒന്ന് തെറ്റിച്ചാൽ -1 ആണ്. നിങ്ങളത് ലീവ് ചെയ്താൽ 0 ആണ്. ശരി ഉത്തരത്തിന് 3 മാർക്ക്, തെറ്റിന് -1, അൺഅറ്റൻഡഡ് ആണെങ്കിൽ 0. ഇനി
ഈ 4 സെഷനും നിങ്ങൾ എഴുതുന്നു വിചാരിക്കുക. അതിൽ ബെസ്റ്റ് 3 കാൽക്കുലേറ്റ് ചെയ്യൂ. അതായത് നിങ്ങൾക്ക് ഈ 4 സെഷനിൽ ഏതിനാണോ കൂടുതൽ മാർക്ക് കിട്ടിയ 3 വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്ക് തയ്യാറാക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനാണ് മാർക്ക് കൂടുതലെങ്കിൽ അതെടുക്കും. മാത്സിന് പകരം ബയോളജിയിൽ മാർക്ക് കൂടിയാൽ അതെടുക്കും. ഫിസിക്സിന് മാർക്ക് കൂടിയാൽ അതെടുക്കും. അങ്ങനെ ഈ 4 ഏറ്റവും കൂടുതൽ മാർക്കുള്ള 3 സെഷനാണ് എടുക്കുക. റൈറ്റ്. അപ്പൊ നിലവിൽ പ്രത്യക്ഷത്തിൽ എന്താ സംഭവിക്കുക? 60 ക്വസ്റ്റിനെ കൺസിഡർ ചെയ്യപ്പെടൂ, 180 നടക്കുക. അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി അപ്ലൈ ചെയ്യുന്നതിന്റെ ഡീറ്റെയിലേക്ക് വരുന്നു. സോ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹൗ ടു അപ്ലൈ. അപ്പൊ അതില് നിങ്ങൾ ഏത് സൈറ്റിലാണ് കയറുക വെച്ചാൽ www.nestexam.in എന്നുള്ള സൈറ്റിൽ കയറുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ്, ഓഫ്ലൈനിൽ ഒന്നുമില്ല. നിങ്ങൾ ഓഫ്ലൈനിൽ ഒന്നും അയക്കേണ്ടതുമില്ല. ഓൺലൈനിൽ ചെയ്താൽ മാത്രം മതി, ഓഫ്ലൈനിൽ നിങ്ങൾ ഒന്നും സെൻഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ. അപ്പൊ അതിൽ നെസ്റ്റ് എക്സാം എന്നുള്ള സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ന്യൂ രജിസ്ട്രേഷനിൽ കയറുക. നമ്മൾ നീറ്റ് രജിസ്റ്റർ ചെയ്തവരാണ്, JEE രജിസ്റ്റർ ചെയ്തവരാണ്. വളരെ സിമ്പിൾ പ്രോസസ്സുകളാണ്. പ്രോസസ്സ് ചെയ്യാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ കൊടുക്കുക, പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റുകൾ, ഇതൊക്കെ അപ്ലോഡ് ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. ആ പ്രിന്റ് ഔട്ട് അതിനൊരു കോപ്പി നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വരും. ഈ രജിസ്ട്രേഷനിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണ് ഞാൻ പറയാം. ആ പ്രോസസ്സുകൾ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ പേര്, പേരൻസിന്റെ പേര്, അതേപോലെ അക്കാഡമിക് ഡീറ്റെയിൽസ്, മാർക്ക്, ബോർഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കുക. മജോറിറ്റി കാര്യങ്ങൾ വല്ല ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്. ഇനി അതിന്റെ ഫീ നോക്കുക. ഒരു ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OBC കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 1400 രൂപയാണ്. ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ഫീ ആണ്, നോൺ റീഫണ്ടബിൾ ആണ്, തിരിച്ചു കിട്ടൂല. എന്നാൽ നേരെ തിരിച്ച് SC കാറ്റഗറി അല്ലെങ്കിൽ ST കാറ്റഗറി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടി, അതേപോലെ ശ്രദ്ധിക്കുക, ഓൾ ഫീമെയിൽ കാൻഡിഡേറ്റ്, അതായത് ജനറൽ കാറ്റഗറിയോ OBCയോ ഏതുമാവട്ടെ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇതേപോലെ SC ST ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് എല്ലാം 700 രൂപയേ ഉള്ളൂ. അതായത് ജനറൽ കാറ്റഗറി ആൻഡ് OBC എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൽ കാൻഡിഡേറ്റിന് മാത്രമാണ് ഈ 1400 രൂപ, ബാക്കി ഫീമെയിൽ കാൻഡിഡേറ്റിന് 700 രൂപയാണ്. ഇനി എക്സാം സെന്റേഴ്സ് നോക്കുക. ഒരുപാട് സെന്ററുകളിൽ എക്സാം നടക്കുന്നുണ്ട്. കേരളത്തിൽ 14 സെന്ററുകളിലും ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും എക്സാം സെന്റർ ഉണ്ട്. ആലപ്പുഴയുണ്ട്, എറണാകുളമുണ്ട്, ഇടുക്കിയുണ്ട്, കണ്ണൂര്, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂര്, വയനാട്, ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും സെന്റർ ഉണ്ട്. ആ 14 സെന്ററുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 3 സെന്റർ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിരിക്കുന്ന 3 സെന്റർ ചൂസ് ചെയ്യാം. ഓപ്ഷനിൽ കൊടുക്കാം, ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. റൈറ്റ്. ഇനി വലിയൊരു ചോദ്യമാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? അതിൽ ആദ്യം തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ പറയുന്നു, നോ ഏജ് ലിമിറ്റ്. പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കരുതി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ അർത്ഥവുമില്ല. ഏജ് ലിമിറ്റ് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ അതിലൊരു വേറൊരു ക്രൈറ്റീരിയ വരുന്നുണ്ട്. +2 2025 എഴുതുന്ന കുട്ടിക്ക് അപ്ലൈ ചെയ്യാം. 2024 പാസ്സായ കുട്ടിക്കും അപ്ലൈ ചെയ്യാം. 2023 പാസ്സായ കുട്ടിക്കും അപ്ലൈ ചെയ്യാം. 2024 പാസ്സായ കുട്ടിക്ക്, അല്ലെങ്കിൽ 23 പാസ്സായ കുട്ടിക്ക്, 25 എഴുതുന്ന കുട്ടിക്ക് ഏത് പ്രായവുമായിക്കോട്ടെ എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ 2020 പാസ്സായ ഒരു കുട്ടിക്ക് പറ്റൂല. ഏജ് ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഏജിന്റെ പേരിലല്ല അവരെ ഒഴിവാക്കുന്നത്. അപ്പിയറിംഗ്, അതായത് +2 അപ്പിയർ ചെയ്തതിന്റെ പ്രശ്നമാണ്. +2 പഠിച്ച വർഷമാണ് പ്രശ്നം. നിങ്ങളുടെ പ്രായം എന്തുമാവട്ടെ, 2025 +2 എഴുതാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ, 24 പാസ് ഔട്ട് ആയ കുട്ടിയാണെങ്കിൽ, 23 പാസ് ഔട്ട് ആയ കുട്ടിയാണെങ്കിൽ, ഈ 3 കാറ്റഗറിക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ശ്രദ്ധിക്കുക. റൈറ്റ്. ഇനി അടുത്ത എലിജിബിലിറ്റി എന്താണ്? ഏത് പ്രായവുമായിക്കോട്ടെ ഈ ക്രൈറ്റീരിയയും ഫോളോ ചെയ്യണം. 2, +2ന്റെ മാർക്ക്. +2ന്റെ മാർക്ക് അഗ്രിഗേറ്റ് 60% മതി, അല്ലെങ്കിൽ 60% വേണം സാധാരണ ഒരു കാൻഡിഡേറ്റിന്. എന്നാൽ നേരെ തിരിച്ച് SC കാൻഡിഡേറ്റോ ST കാൻഡിഡേറ്റോ ഫിസിക്കൽ ഡിസബിലിറ്റിയോ ആണെങ്കിൽ 60%-ന് പകരം 55% മതി. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിക്ക് പറഞ്ഞിരിക്കുന്ന +2 അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അടുത്ത ക്രൈറ്റീരിയയും പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അപ്പോൾ ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് ഇല്ല എന്നേ ഉള്ളൂ. ബാക്കി ഇയർ ഓഫ് അപ്പിയറിംഗ് നോക്കുക, നിങ്ങളുടെ പെർസെന്റേജ് മാർക്ക് നോക്കുക, അതിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഡോക്യുമെന്റ് നോക്കുക. ഡോക്യുമെന്റ് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, +2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇനി പാസ്പോർട്ട് ഫോട്ടോ അപ് ടു 200 KB വരെ, ഇതൊക്കെ സ്കാൻഡ് ഇമേജ് ആണ്. അതേപോലെ സിഗ്നേച്ചറിന്റെ സ്കാൻഡ് ഇമേജ് 200 KB വരെ പോവാം, അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഇതിലിപ്പോൾ പേരും ഡേറ്റും ഒന്നും വെക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വെച്ചാലും കുഴപ്പമില്ല, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ നീറ്റിനൊക്കെ ഉപയോഗിച്ച് അതേ സിഗ്നേച്ചർ ഉപയോഗിക്കാം. ഒരു വാലിഡ് മൊബൈൽ നമ്പർ ഉണ്ടാവണം, ഒരു വാലിഡ് ഇമെയിൽ ID ഉണ്ടാവണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഫോട്ടോ, സിഗ്നേച്ചർ, വാലിഡ്. അപ്പോൾ ഇതിന്റെയൊക്കെ സ്കാൻഡ് ഇമേജ് ഉണ്ടാവണം.
ഫോട്ടോഗ്രാഫിന്റെയും സിഗ്നേച്ചറിന്റെയും ഒക്കെ വാലിഡ് ഇമേജ് ഉണ്ടാവണം, സ്കാൻഡ് ഇമേജ് ഉണ്ടാവണം നിങ്ങളുടെ കയ്യിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ ഡോക്യുമെന്റും ഒക്കെ ആയിട്ട് പോയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച്, നെക്സ്റ്റ് എക്സാം ആരാണ് എഴുതേണ്ടത്, ഏത് കോഴ്സിനാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്, അവിടുത്തെ ഫീസ് എന്താണ്, രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ് എത്രയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് എക്സാം, എങ്ങനെയാണ് എക്സാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് വളരെ പെട്ടെന്ന് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞ എല്ലാ മെയിൻ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ ഡീറ്റെയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്കൊരു തിരിച്ചൊരു ചോദ്യം ഉണ്ടാവും, അത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി. അപ്പോൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഡിലേ വരും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിൽ, ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ അപ്ഡേറ്റും തരുന്നുണ്ട്. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽ കമ്മ്യൂണിറ്റി വഴി എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.